ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ബ്രിട്ടൻ്റെ കപ്പലുകളിൽ പബ്ലിക്കിന് കയറി കാണാൻ സാധിക്കുന്ന ഒരേ ഒരു കപ്പൽ, അതായത് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചെറിയ കപ്പൽ, ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. HMS M33 എന്നാണ് ഈ ഒരു കപ്പലിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു കപ്പലിൻ്റെ ഉള്ളിലെ കാഴ്ചകളും അതുപോലെ ഇതിൻ്റെ ആ ഒരു കുറച്ച് ചരിത്രങ്ങളും ഒക്കെ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഈ പോർട്സ്മൗത്ത് ഹിസ്റ്റോറിക്കൽ ഡോക്യാർഡിൽ സ്ഥിതി ചെയ്യുന്ന 2 കപ്പലുകളുടെ വീഡിയോ ഓൾറെഡി ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. HMS വാരിയറും HMS വിക്ടറിയും. ബ്രിട്ടൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള 2 കപ്പലുകളായിരുന്നു അത് നമ്മൾ ഈ കാണുന്ന HMS M33 പോലെയുള്ള കപ്പലായിരുന്നില്ല. ബ്രിട്ടൻ നിർമ്മിച്ചതിൽ തന്നെ ഏറ്റവും വലിയ കപ്പലുകളിൽ 2 എണ്ണമായിരുന്നു അത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കയറി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കപ്പലിനെ പറ്റി പറയുകയാണെങ്കിൽ 1915 വെറും 7 ആഴ്ച മാത്രം എടുത്ത് നിർമ്മിച്ച ഒരു കപ്പലാണ്. അതായത് ഒരു കപ്പലിൻ്റെ ബേസ് മോഡൽ എന്ന് നമുക്ക് പറയാം. ഇതിനകത്തുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ വളരെ പരിമിതമായിരുന്നു. എന്തിനാണ് ബ്രിട്ടൻ ഈ ഒരു വെറും 7 ആഴ്ച കൊണ്ട് ഇങ്ങനെ ഒരു കപ്പൽ നിർമ്മിച്ചത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. കാര്യം 1700കളിലും അല്ലെങ്കിൽ 1800കളിലും ബ്രിട്ടൻ നിർമ്മിച്ച കപ്പലുകൾ വർഷങ്ങളെടുത്ത് അന്നത്തെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കപ്പലുകളായിരുന്നു. ഈ ഒരു കപ്പൽ നിർമ്മിച്ചത് ഈ ഒരു ഷോർട്ട് പീരീഡിലായിരുന്നത് കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറേ പരിമിതികളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ഒരു കപ്പൽ ഇത്രയും ഷോർട്ട് പീരീഡിൽ നിർമ്മിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1915 അതായത് ഒന്നാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ബ്രിട്ടൻ്റെ ആർമി തുർക്കിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം, അന്ന് ബ്രിട്ടൻ്റെ ആർമിക്ക് നേവിയുടെ ഒരു സഹായം ആവശ്യമായിട്ട് വന്നു. അതായത് അവർ കരയിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ കടലിൽ നിന്നും കൂടെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഫയറിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആണ് എന്നുള്ളൊരു സാഹചര്യം വന്നു. അങ്ങനെയാണ് ബ്രിട്ടന് ഇങ്ങനെ ഇതുപോലൊരു കപ്പൽ നിർമ്മിക്കണം എന്ന് തോന്നിയത്. അന്ന് ബ്രിട്ടന് ഇതിലും വലിയ കപ്പലുകൾ കുറേ ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു വലിയ കപ്പൽ ആ ഒരു തുർക്കിയുടെ ഭാഗത്തേക്ക് അയക്കാനായിട്ട് അങ്ങനെ ഒരു റിസ്ക് എടുത്തില്ല എന്ന് തന്നെയാണ് സത്യം. അപ്പോൾ ബ്രിട്ടൻ്റെ പല പഴയ ഷിപ്പുകളിലും യൂസ് ചെയ്തുകൊണ്ടിരുന്ന 6 ഇഞ്ച് ഗൺസ് ഒരു 10 എണ്ണം സ്പെയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 10 6 ഇഞ്ച് ഗൺസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4-5 കപ്പലുകൾ നിർമ്മിക്കാനായിട്ട് ബ്രിട്ടൻ തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു 6 ഇഞ്ച് ഗൺസ് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു കപ്പലാണിത്. അതായത് ഈ ഒരു HMS M33 എന്ന് പറയുന്നത്. സാധാരണ ആ ഒരു 6 ഇഞ്ച് ഗൺസ് യൂസ് ചെയ്യാനായിട്ട് ഇതിലും 7-8 മടങ്ങ് വലിപ്പമുള്ള കപ്പലുകളായിരുന്നു യൂസ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഈ ഒരു കപ്പൽ നിർമ്മിച്ചത് കൊണ്ട് ഇതിന് കുറേ നെഗറ്റീവ്സ് അല്ലെങ്കിൽ ഡിസൈനിലും കാൽക്കുലേഷനിലൊക്കെ കുറേ പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നു. നമ്മൾ ഈ ഒരു പീരങ്കിയിൽ നിന്ന് ഈ ഒരു ഫയറിംഗ് നടക്കുമ്പോൾ ഒരു ബാക്കിലേക്കൊരു എഫക്റ്റ് ഉണ്ടാവും, റീകോയിൽ എഫക്റ്റ് ഉണ്ടാവും. ആ ഒരു റീകോയിൽ എഫക്റ്റ് താങ്ങാൻ വേണ്ടിയുള്ള വലിപ്പം ഈ ഒരു കപ്പലിന് ഇല്ലായിരുന്നു എന്നാണ് സത്യം. അപ്പോൾ ഈ ഫയർ ചെയ്യുന്തോറും ഈ കപ്പൽ ഭയങ്കരമായി ആടി ഉലയുകയൊക്കെ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു കപ്പലിൻ്റെ ആ ഒരു ഷെൽസൊക്കെ സ്റ്റോർ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മളിപ്പോൾ ഈ ഒരു കപ്പലിൻ്റെ ഏറ്റവും ബോട്ടം ഭാഗത്താണ്. പിന്നെ ഈ ഒരു കപ്പലിൻ്റെ മറ്റൊരു നെഗറ്റീവായിട്ട് പറയുന്നത് ഈ ഒരു കപ്പലിലെങ്ങും തന്നെ ഒരു വുഡൻ്റെ ഫ്രെയിമോ അല്ലെങ്കിൽ ഒരു വുഡൻ്റെ കവറിങ്ങോ ഒന്നും തന്നെയില്ല. ബാക്കിയുള്ള മിക്ക കപ്പലുകളിലും ഓരോ ഡെക്കിനെ തമ്മിൽ വേർതിരിക്കുന്നത് വുഡൻ അല്ലെങ്കിൽ മെറ്റൽ ആണെങ്കിൽ പോലും അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു വുഡൻ പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കപ്പലിന് അധികം ചൂട് അനുഭവപ്പെടുകയില്ല. പക്ഷേ ഈ ഒരു കപ്പലിൽ വുഡൻ്റെ ആ ഒരു സ്ട്രക്ചറോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഫുൾ ഈ ഒരു മെറ്റൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് നമുക്കറിയാവുന്നതുപോലെ കടലിൽ നിന്നാണ് യുദ്ധം നടക്കുന്നത്. അപ്പോൾ കടലിലെ ആ ഒരു ഡയറക്റ്റ് സൺലൈറ്റ് കാരണം ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുകയും
രാത്രി കാലങ്ങളിൽ പട്ടാളക്കാർക്ക് ഈ ഒരു കപ്പലിനുള്ളിൽ കംഫർട്ടബിളായിട്ട് ഉറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്കെന്തായാലും ഈ ഒരു ഷിപ്പിൻ്റെ അപ്പർ ഡെക്കിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഷിപ്പിൻ്റെ അപ്പർ ഡെക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഡെക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടോയ്ലറ്റ്സും അതുപോലെ കിച്ചണും, അതുപോലെ അത്യാവശ്യമായിട്ട് അവർക്കൊന്ന് സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഡെക്കിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ ഒരു കപ്പൽ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 1915 തുടങ്ങിയ ഈ ഒരു കപ്പലിൻ്റെ യാത്ര ഏകദേശം 3.5 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ ബ്രിട്ടനിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ അന്ന് യാത്ര തുടങ്ങിയ പട്ടാളക്കാർ 3.5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു അവരുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നത് എന്നതാണ് സത്യം. The 6-inch guns that have been mounted on there have in fact been recycled. They come off old battleships that have been broken up, and they've been reused. This is First World War, and this ship was designed for the Dardanelles campaign, and if you know where the Dardanelles are, near where Turkey and the actual sea lane going into the Black Sea. Okay. So this had to go from Britain all the way down through the Mediterranean to the Dardanelles, and it actually supported the landings at the Turkish border. So it's not only British, Australian and New Zealand troops that were coming out to fight the Turkish, but unfortunately it was a lost cause because they couldn't get onto the Turkish front, and they had to be withdrawn and brought back. Because the Turkish had forts all the way along the coast, and they couldn't attack it, and it was a lost cause. Okay, fine. Yeah. Okay. Thank you. So this is the smallest, but M33 was called a small monitor, and that's why she only had 6-inch guns. There were also medium monitors which had 9-inch guns, bigger guns, and then you had a large monitor which actually had 15-inch guns, and they were all recycled from old battleships that were being broken up. Okay, thank you. That's all right. ഇതൊക്കെയാണ് ഈ ഒരു കപ്പലിലെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ. 1919 അതായത് തുർക്കിയിലെ ആ ഒരു യുദ്ധം കഴിഞ്ഞ് ഈ കപ്പൽ നേരെ തിരിച്ച് ബ്രിട്ടനിൽ വരികയായിരുന്നില്ല ചെയ്തത്. 1919 മെയ് മുതൽ 1919 സെപ്റ്റംബർ വരെ ഈ കപ്പൽ റഷ്യൻ സിവിൽ വാറിൽ അന്ന് അവിടെ ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നേരെ ആ ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി പോയിരുന്നു. ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ 4 പ്രാവശ്യമാണ് ഈ ഒരു കപ്പലിലെ പല ഭാഗത്തും ഷെല്ലുകൾ തുളച്ച് കയറിയത്. അതായത് ഈ ഒരു ഷിപ്പ് ഏകദേശം മുങ്ങുന്ന അവസ്ഥ വരെ ആയി എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഈ ഒരു കപ്പലിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വെയിറ്റുള്ള 2 ഗൺസ്, അതായത് 6 ഇഞ്ചിൻ്റെ 2 ഗൺസ് ഈ കപ്പലിൽ നിന്ന് എടുത്തു മാറ്റുകയും അതിനുശേഷമുള്ള ആ ഒരു സെയിലിങ് ആ ഒരു ഗൺസ് ഇല്ലാത്തതായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ള, അതായത് 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത് അവിടുന്ന് സർവൈവ് ചെയ്തു വന്ന ഒരു ഷിപ്പാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഷിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ഈ ഒരു ഷിപ്പിൻ്റെ മെയിൻ ഡെക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിനു മുമ്പ് ചെയ്ത ആ ഒരു 2 കപ്പലിൻ്റെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ഡെക്കിലൊക്കെ മുഴുവൻ പീരങ്കികളും അതുപോലെ തോക്കുകളും വാളുകളും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചതെങ്കിലും ഈ ഒരു കപ്പലിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കാണാൻ സാധിക്കുകയില്ല. കാര്യം ഈ ഒരു കപ്പലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കടലിൽ നിന്ന് കരയിലേക്ക് യുദ്ധം ചെയ്യുക എന്നതായിരുന്നു. അതുകൊണ്ട് ഇതിനൊരു ഇരുമ്പ് കവചിതമായിട്ടുള്ള ആ ഒരു സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അത് ഒരു വീക്കായിട്ടുള്ള ഒരു ഷിപ്പായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും ഒരു കപ്പൽ ഈ ഒരു HMS M33 അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കപ്പലിന് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുമായിരുന്നില്ല. കാര്യം വളരെ വേഗത കുറഞ്ഞ ഒരു കപ്പലായിരുന്നു. വെറും 9.6 നോട്ട്സ് മാത്രമായിരുന്നു ഇതിൻ്റെ വേഗത എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ ഒരു കപ്പലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് പറയുന്നത് ഈ ഒരു കപ്പൽ കടൽ തീരത്തേക്ക് കൂടുതൽ അടുപ്പിച്ച് ചെന്ന് കരയോട് യുദ്ധം ചെയ്യാൻ സാധിച്ചിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ബ്രിട്ടൻ അന്നത്തെ നിലവിലുള്ള വലിയ കപ്പലുകൾ ഈ ഒരു തുർക്കിയുടെ ഭാഗത്തേക്ക് അയക്കാതിരുന്നത്. ഈ തുർക്കിയുടെ ആ ഒരു ഭാഗത്ത് ഫോർട്ടുകൾ ഒത്തിരി ഉണ്ടായിരുന്നത് കൊണ്ട് കരയോട് കുറച്ച് അടുത്ത് ചെന്ന് അറ്റാക്ക് ചെയ്താൽ മാത്രമേ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ കപ്പൽ അവിടത്തേക്ക് അയച്ചത്. കടലിൽ മാത്രമല്ല, അത്യാവശ്യം വലിയ നദികളിൽ പോലും ഈ ഒരു കപ്പൽ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു കപ്പലിൻ്റെ ഒരേ ഒരു പോസിറ്റീവ് സൈഡായിട്ട് പറയുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഒരു നല്ല വീഡിയോയുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.